ആ ത്രിവിക്രമൻ ഒപ്പിച്ച പണിയാണിതെന്ന് പറയുന്നതാവും നല്ലത്. പക്ഷേ ഞാനിതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാ എന്തുത്തരം പറയും? ത്രിവിക്രമന് സംശയമുണ്ടെന്ന് പറഞ്ഞാലോ? സംശയം ഉണ്ടായിട്ടും നേരത്തെ പറയാത്തത് എന്താണെന്ന് ചോദിച്ചാ ടാബ്ലറ്റ് ഞാനാ കൊണ്ടുവന്നതെന്ന് ചിലപ്പോ ഇവര് മനസ്സിലാക്കും. എന്നാലും സത്യം പറഞ്ഞാ ചിലപ്പോ ശ്രീലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലോ? രാജാറാം സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ സന്ദ്ര മേഡം. അത് ഞാൻ ശ്രീലക്ഷ്മി ബൈ മിസ്റ്റേക്ക്. എന്താ മേഡം? നോ, ആ ടാബ്ലറ്റ്സ് GD എനിക്ക് അയച്ചു തന്നതാണെന്ന് അറിഞ്ഞാ ഞാനാണ് ശ്രീലക്ഷ്മിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് എല്ലാവരും സംശയിക്കും. വേറൊന്നുമല്ല സർ, എന്റെ ഒരു സംശയമാ. ഈ വിവാഹം ശ്രീലക്ഷ്മിയുടെ സ്വപ്നമായിരുന്നു. നേരത്തെ ആ GD വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ വിവാഹം മുടങ്ങുമോ എന്ന ഭയത്താൽ ശ്രീലക്ഷ്മി ഇനി പോയിസൺ വല്ലതും കഴിച്ചതായിരിക്കോ? ഒരിക്കലുമില്ല. ശ്രീലക്ഷ്മി വളരെ സന്തോഷത്തിലായിരുന്നു. ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യില്ല. ഇല്ലമ്മ, അതിനും സാധ്യതയുണ്ട്. രഘു സർ, നമ്മൾ വെറുതെ ഓരോന്ന് ആലോചിച്ച് സംശയിക്കണ്ട. റിപ്പോർട്ട് വരട്ടെ. ആരും പേടിക്കണ്ട പ്ലീസ്. ശ്രീലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ, ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്?
പ്രസന്റ് കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. പക്ഷേ പക്ഷേ പ്ലീസ് ഡോക്ടർ, എന്താന്ന് വെച്ചാൽ തുറന്നു പറയൂ. എന്റെ മൈൽഡ് സിംറ്റംസ് തുടങ്ങിയിട്ടുണ്ടാവണം. എല്ലാവരുടെയും മുഖം കണ്ടിട്ട് കാര്യങ്ങളൊരു തീരുമാനമാകുന്ന ലക്ഷണമുണ്ടല്ലോ. ഈശ്വര, നാളെ പത്രത്തില് വാർത്ത അച്ചടിച്ചു വരണേ. എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവം ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നേ? ചതിച്ചു കളഞ്ഞല്ലോ എന്റെ കരിക്കോത്തിയമ്മേ. എന്തെല്ലാം നേർച്ച നേർന്നിട്ട് ഇങ്ങനെ ഒരു മോളെ നീ തന്നത്. ഇതിപ്പോ നീ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോവാണോ? ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അതിന്റെ കാരണം കൂടെ നീ ഒന്ന് മനസ്സിലാക്കിത്ത. അങ്ങനെയൊന്നും പറയില്ലേ സരോജം. നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്ന് മാത്രം പറയാം, സരോജം വിശ്വസിക്കുന്ന കരിക്കോത്തി അമ്മ തുണയായിട്ടുണ്ടാകും. ധൈര്യമായിട്ടിരിക്കും. ഇതെങ്ങനെ നേരെയാവുമെന്നാ പറയുന്നേ? സരോജ ആന്റിക്ക് അറിയാതെ ആന്റിയുടെ പ്രാർത്ഥന കരിക്കോത്തിയമ്മ കേൾക്കാതിരിക്കില്ല. ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വരാം. മാഡം, എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞത് വെറുതെയാണെന്ന് എനിക്കറിയാം. കാര്യങ്ങളൊക്കെ മാഡം വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. എല്ലാരും ദേ അവിടെ മരണ വീട്ടിയിരിക്കുന്ന പോലെ ഉണ്ട്. ശ്രീലക്ഷ്മി തട്ടിപ്പോയ മാഡത്തിന് രവിവർമ്മനെയും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം. അപ്പൊ എന്നെ മറന്നുകളയല്ലേ? റാസ്കൽ തന്നെ ഉണ്ടല്ലോ. താൻ കാരണം അവിടെ എത്ര പേരെ കണ്ണീരൊഴുക്കുന്നെന്ന് നോക്കണോ? അതിനെനിക്കെന്താ മാഡം, നമുക്ക് നമ്മുടെ കാര്യമില്ലേ വലുത്. അല്ല, മാഡത്തിന് എന്താ ഒരു സന്തോഷമില്ലാത്തത്? നിർത്തലോ. ചെയ്യുന്നോ? കുടുങ്ങുന്നുണ്ടപ്പോ കാല് മാറുന്നു.
അമ്മേ, അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാ. മോൾ ഇതുപോലെ ഇടയ്ക്ക് തലറിഞ്ഞു വീണിട്ടുണ്ട് പണ്ട്. കരിക്കുത്തിയമ്മയുടെ കുങ്കുമം തൊടിച്ച അപ്പൊ തന്നെ സുഖാവുകയും ചെയ്യും. അമ്മ വിഷമിക്കണ്ട. ഈ ഡോക്ടർമാരൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്ന അമ്മേ. നിക്ക്, ഞാനും അച്ഛനും കൂടെ പോയി മോളോട് എഴുന്നേക്കാൻ പറയാം. മോള് കണ്ണു തുറക്കും. അച്ഛാ, വാച്ചാ, നമുക്ക് മോളുടെ അടുത്തേക്ക് പോവാം. ഞാൻ വിളിച്ചാലേ മോൾ ഉറക്കം അഭിനയിച്ച് കിടക്കും. അച്ഛൻ വിളിച്ച അവള് കണ്ണു തുറക്കും. അച്ഛനെന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ. വാച്ചാ, വാ, വന്ന് മോളെ വിളിക്കേ. അച്ഛന്റെ ശബ്ദം കേട്ടാ അപ്പൊ തന്നെ മോളെ എഴുന്നേക്കും. വാച്ചാ, വാച്ചാ, വരാൻ. രാജാവ് സാറേ, അച്ഛൻ പറഞ്ഞിട്ട് കേക്കുന്നില്ല. ഒന്നും പറയ് സാറേ. കരയില്ല അങ്കിൾ, ശ്രീക്കൊന്നും പറ്റില്ല. ചേട്ടായി പോയിട്ടുണ്ടല്ലോ, ശ്രീലക്ഷ്മിയെ പഴയതുപോലെ തന്നെ ചേട്ടായി തിരിച്ചു കൊണ്ടുവരും. കരയാതെ അങ്കിൾ. രാജ, എന്താ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ചെയ്ത് ശ്രീലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാൻ പറ. എന്റെ മോൾക്കൊന്നും സംഭവിക്കരുത്. എന്റെ മോനും മരുമകളും നമ്മുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വരണം. നമ്മുടെ വീട്ടിൽ അവർ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കണം. രാജാറാം, നമുക്ക് ഏത് ഡോക്ടർ വേണമെങ്കിലും വിളിപ്പിക്കാം. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. I think she needs better treatment, Rajaram. എന്റെ ദൈവമേ, എന്തിനാ എന്റെ മോനെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അവൻ എന്ത് പാപം ചെയ്തു? അമ്മേ, കരയാതെ അമ്മേ. കല്യാണം കഴിഞ്ഞ് രവിസാറിന്റെ വീട്ടിൽ പോയാലും ഞാൻ എന്നും അച്ഛനും അമ്മയും കാണാൻ വരുമെന്ന് പറഞ്ഞതല്ലേ നീ? എന്നിട്ട് നീ ഇപ്പൊ ഞങ്ങളെ വിട്ടിട്ട് പോവാണോ? അച്ഛൻ കരയുന്നു മോൾക്ക് ഇഷ്ടമില്ലെന്ന് പറയാറുള്ളതല്ലേ. മോള് തന്നെ എന്നെ ഇങ്ങനെ കരയിപ്പിക്കുകയാണല്ലോ. ഒന്നും മനസ്സിലാക്കാതെ മോളെ ഞാൻ വിഷമിപ്പിച്ചതിന് ഈ അച്ഛനോട് മോള് പകരം വീട്ടുകയാണോ? കണ്ണു തുറന്ന അച്ഛനെ ഒന്ന് നോക്കു മോളെ. അമ്മേ, മോളോട് ഒന്ന് പറയമ്മേ. അവൾക്ക് വേണ്ടി എത്ര പേരാ കരയുന്നത്. ആരെയും കരയിക്കരുതെന്ന് പറയമ്മേ. രാജാവ് സാറെ, സാറിനോട് മോക്ക് വലിയ ബഹുമാന. സാറ് പറഞ്ഞ മോള് കേൾക്കും. ഒന്ന് എഴുതേക്കാൻ പറ സാറേ. മാഡം,
എന്റെ മോള് മാടത്തിന് അനിയത്തിയെ പോലെയാണെന്ന് പറയാറില്ലേ? മാടം ഒന്ന് മോളെ വിളിക്ക്. വേണ്ട, നിങ്ങൾ ആരും വിളിക്കണ്ട. രവിസാറ് വിളിക്കും. രവിസാറ് വിളിച്ചാ എന്റെ മോളെ എഴുന്നേക്കും. രവി, രവി, ഷീസ് ഇൻ സിംഗിങ് സ്റ്റേജ്. എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ പേഷ്യന്റിനെ തിരികെ ലഭിക്കൂ. രവി, ഔട്ട് ഓഫ് കവറേജാണല്ലോ. രവി എവിടെ പോയതായിരിക്കും? ഏയ്, രവി അങ്ങനെ ബുദ്ധിമോശമൊന്നും കാണിക്കില്ല. സിസ്റ്റർ, രവി ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, ഇങ്ങോട്ട് വന്നില്ല. ഓക്കെ. രാജാറാം, രവിയെ കണ്ടില്ലേ? ഇല്ലമ്മേ, ഇപ്പൊ രവിയെ കാണുന്നില്ല എന്ന് പറയുന്നത് ബുദ്ധിയല്ല. എല്ലാവരും ആവശ്യമില്ലാതെ പേടിക്കും. രാജാറാം, ചേട്ടാ ഇവിടെ. അത് രവി സാറ് ശ്രീലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയിരിക്കുക. മോളെ, നീ കേട്ടില്ലേ? രവി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ പോയിരിക്കുക. എന്റെ കരിക്കൊത്തിയമ്മേ, എന്റെ മോളെ നീ രക്ഷിക്കണേ. കംപ്ലീറ്റ് ആയി നിരച്ചുപോയ പൾസ് റേറ്റ് വീണ്ടും നോർമലായി വരികയാണ്. സിസ്റ്റർ, സർ, വേഗം. ഡോക്ടർ, പേഷ്യന്റ് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. സിസ്റ്റർ, ഡോക്ടേഴ്സ് എല്ലാം ധൃതിയിൽ അകത്തേക്ക് പോയെന്തിനാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പേടിക്കണ്ട സർ, പെട്ടെന്ന് പൾസ് റേറ്റ് കൂടി.
ശ്രീലക്ഷ്മി മാഡം ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. എന്റെ കരിക്കൂത്തിയമ്മേ, നീ എന്റെ വിളി കേട്ടു. വാ ശ്രീലച്ച. ഗോപി, ഗോപി സാർ, ദിവസർ വന്നിട്ട് ഇങ്ങോട്ട് പോയി. വന്നപാടെ മുകളിലേക്ക് പോയി സാർ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടതുമില്ല സാർ. ആ. രവി, രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. നിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവൂ, പക്ഷെ ഇപ്പൊ തളരേണ്ട സമയമല്ല രവി. ശ്രീലക്ഷ്മിയെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. ഈ സമയത്ത് നീ ഇങ്ങനെ കാണിച്ച ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്യും? രവി, രവി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? നീ അവിവേകമൊന്നും കാട്ടരുത് രവി. അവസാന നിമിഷം വരെ പോരാടുന്നവനാണെന്ന് നീ എപ്പോഴും ഞങ്ങളോട് പറയാറില്ലേ? ശ്രീലക്ഷ്മി പറഞ്ഞത് പെട്ടെന്ന് നീ അങ്ങ് മറന്നോ? എന്നും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ശ്രീലക്ഷ്മിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നീ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കുന്നത് ശരിയാണോ? രവിചന്ദ്രവർമ്മന് ചേർന്ന കാര്യമല്ല നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത് രവി. രവി, രവി വാതിൽ തുറക്ക്. രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. മോനെ രഘു, നീ രവിയെ ഫോൺ ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ചേട്ടായുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണമ്മേ. ഒരു കാര്യം ചെയ്യാം, ഞാനേ രാജാറാമിനെ വിളിക്കാം. രവി വാതിൽ തുറക്ക്, വാതിൽ തുറക്കാൻ. വാതിൽ തുറക്ക്. രവി, രവി രഘു സാറ് ഫോൺ ചെയ്യുന്നു. അമ്മ ഇപ്പൊ നിന്നെ Come on, Rajaram, pick up the call. ഹലോ രഘു സാർ, ഞാൻ രവിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ഉടനെ വരാം, പ്ലീസ് വെയിറ്റ്. അതല്ല രാജാറാം, ഇവിടെ ശ്രീലക്ഷ്മിയുടെ പൾസ് റേറ്റിൽ വ്യത്യാസം വന്നു. ഇറ്റ് ഈസ് റൈസിംഗ്. വാട്ട്? യെസ്, ഷീ ഈസ് കമ്മിങ് ബാക്ക്. ശ്രീലക്ഷ്മിയുടെ അവസ്ഥയിൽ മാറ്റമുണ്ട്. മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. Really? Thank God. അതെ രാജാറാം, എത്രയും പെട്ടെന്ന് ചേട്ടായും വിളിച്ചോണ്ട് ഹോസ്പിറ്റലിലേക്ക് വാ. ഉറപ്പായിട്ടും എത്താം. ഞാൻ ഇപ്പൊ തന്നെ രവിയും കൂട്ടിക്കൊണ്ടുവരാം. രവി, രവി, ശ്രീലക്ഷ്മി ട്രീറ്റ്മെന്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നെന്ന് രഘു സാറാ വിളിച്ചത്. ഷീ ഈസ് കമ്മിങ് ബാക്ക്. നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോണം. രവി, നീ വേഗം ഒന്ന് പുറത്തേക്ക് വാ. കമോൺ. രവി പ്ലീസ് വേഗം പുറത്തേക്ക് ഇറങ്ങി വാ. കമോൺ. എന്താ എന്താ നീ പറഞ്ഞത്? എന്റെ ശ്രീലക്ഷ്മി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. സത്യമാണെന്ന് താനീ പറയുന്നത്? വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി? നോ നോ, ഇറ്റ്സ് ട്രൂത്ത്. വാ വാ.
ഇപ്പൊ എല്ലാം ഓക്കെയാണ് സാർ. എന്നാലും കുറച്ചു ദിവസം കൂടി നല്ല ശ്രദ്ധ വേണം. അപ്പോ ഇനിയും ഹോസ്പിറ്റലിൽ തുടരണമെന്നാണോ ഡോക്ടർ പറയുന്നത്? നോട്ട് നെസസറി സാർ. ശ്രീലക്ഷ്മിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാവുന്നതാണ്. ബട്ട് കെയർഫുൾ ആയിട്ട് നോക്കണം. പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യണം. സ്ട്രെസ് എടുക്കാൻ പാടില്ല. ഏറെ ദൂരം നടക്കാനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പാടില്ല. പേഷ്യന്റിന് പരിചയമുള്ള ചുറ്റുപാടിൽ ഒരുപാട് ഇഷ്ടമുള്ളവരോടൊപ്പം കുറച്ചു ദിവസം കൂടി കഴിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മെഡിസിൻ ഡീറ്റെയിൽസും ഡയറ്റ് ഡീറ്റെയിൽസും നാളെ ഡിസ്ചാർജ് സമ്മറിയോടൊപ്പം തരാം. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഓ ഷുവർ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി. ഡോക്ടറുടെയും മറ്റ് സ്റ്റാഫുകളുടെയും ആത്മാർത്ഥം കൊണ്ടാണ് ശ്രീലക്ഷ്മി ഇത്രയും വേഗം സുഖപ്പെട്ടത്. ഇത് ഞങ്ങളുടെ മാത്രം കഴിവല്ല സാർ. ഇറ്റ് വാസ് എ മിറാക്കിൾ. എനിവേ ശ്രീലക്ഷ്മി നന്നായി നോക്കിക്കോളൂ. ശരി ഡോക്ടർ. ശരി. ശ്രീലക്ഷ്മിയോടൊപ്പം രവി സാർ ഉള്ളോണ്ടല്ലേ സരോജ ആന്റി അങ്കിളും വീടൊരുക്ക നേരത്തെ വന്നത്. എന്താടാ രണ്ടും കൂടി ഇവിടെ വന്ന് കാവല് നിൽക്കുന്നേ? അവളെ എപ്പോ ആംബുലൻസിൽ കൊണ്ടുവരുന്നു നോക്കിയിട്ടാണോ? അതെ, ആംബുലൻസ് വരും. അത് ശ്രീലക്ഷ്മിയെ കൊണ്ടുവരുന്നതല്ല, വേറെ ചിലരെ ഉടലോടെ നരകത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോവാനാ. നീ വട ഇങ്ങോട്ട്. ഓ അവക്കങ്ങ് കൊണ്ടു. നമുക്ക് കാണാം ആരാരെയാ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവര് വന്നു. ശ്രീ ശ്രീലക്ഷ്മി ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെ ആയില്ലേ? കുഴപ്പമൊന്നുമില്ല ദീപു. ഐ എം ഓൾമോസ്റ്റ് ഓക്കെ നൗ. എന്നാ പിന്നെ ഇവിടെ നിന്ന് വെയിലുള്ളണ്ട. സരോജ ആന്റിയും സുദർശനങ്ങളും അല്പം മുമ്പ് വന്നതേ ഉള്ളൂ. വാ നടക്ക. നമസ്കാരം സാർ. നമസ്കാരം. വലിച്ചെറിയണം അവനെ. ഇങ്ങോട്ട് ഇറങ്ങടാ. വിട്ടോ വിട്ടോ. ശരി. ആ പഴയ പാചകവിരുദ്ധകളൊക്കെ ഞാനൊന്ന് പുതുക്കി എടുക്കട്ടുള്ളൂ. അതുമല്ല, ഇനിയിപ്പോ താൻ പനി പിടിച്ചെപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? അതിന് പനി പിടിച്ചു കിടക്കുമ്പോ സാമ്പാറല്ല കഴിക്കുന്നത്, കഞ്ഞി പോലത്തെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആഹാര.
ഈ ഇപ്പോഴത്തെ മെഡിസിനോട് നമ്മളുടെ ശരീരം പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല നല്ല ആഹാരം കഴിക്കണം. ഹോംലി ഫുഡ് ആകണമെന്നേ ഉള്ളൂ. കൂട്ടത്തില് ഐസ്ക്രീമും കഴിക്കാം. ആ അതെ അതെ, പനിക്ക് ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീം. പനി പിടിച്ചു കിടന്നൊരാൾ ഐസ്ക്രീം കഴിച്ച് ആശുപത്രിയിൽ നിന്ന് ഓടിയ ഒരു വാർത്ത എവിടെയോ വായിച്ചായിരുന്നല്ലോ. എവിടായിരുന്നു അത്? സാറിന് കളിയാക്കുമല്ലേ ഈ സാറിന്റെ ഒരു കാര്യം. തന്നെ ഈ ചായ കുടിക്കും, അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനുള്ള ഇഡലിയും സാമ്പാറും റെഡിയാക്കാം. എങ്ങനെയുണ്ട്? സാറിനെ പോലെ ഉണ്ട്. എന്നെ പോലെ? ആ, സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്. ചേച്ചി, ഇതെന്ത് പറ്റിയതാ? എന്ത് പറ്റിയതാന്ന് അറിയില്ല മാഡം. ഇന്നലെ രാത്രിയില് ഹോസ്പിറ്റലിൽ ആരോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നത്. ഞാൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത്രയും സീരിയസ് ആണെന്നൊന്നും അറിഞ്ഞില്ല. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്. തലയിലൊക്കെ നല്ല ചതവുണ്ട്. കണ്ടില്ലേ സർ, ഇടയ്ക്കിടയ്ക്ക് പെയ്ത അവസ്ഥ. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നൊരു മനുഷ്യനല്ലേ, പെട്ടെന്ന് ഈ അവസ്ഥയിലായപ്പോൾ വിഷമാവും. എല്ലാം ശരിയാവും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും. പിന്നെ ഇത് ചെയ്തത് ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സാറിനോട് എന്തോ പറയാനുണ്ട് ചേട്ടന്. ആദ്യം അസുഖം ഭേദമാകട്ടെ, അതുവരെ സ്ട്രെയിൻ ചെയ്യണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ത്രിവിക്രമിന് എന്നോട് പറയാനുള്ളത്, ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാവരുത് എൻ്റെ ഈശ്വര. ഈ കുടുംബത്തിന്റെ കണ്ണീരിന് ഞാനൊരു കാരണമാവരുത്. എന്തായിരിക്കാം ത്രിവിക്രമിന് സംഭവിച്ചത്? കണ്ടിട്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നില്ല. ആരോ കാര്യമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഉറപ്പാ. ആരായിരിക്കും?
അമ്മ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? ആരും വരുന്നുണ്ടെന്ന് അറിയിച്ചില്ല. എന്താ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നത്? ശ്രീലക്ഷ്മിക്ക് എങ്ങനെയുണ്ട് മോനെ? ശ്രീലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് നൗ. ചേട്ടായി, ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ മുതല് അമ്മ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാനും രേഖയും പറഞ്ഞ് സമാധാനപ്പെടുത്താൻ നോക്കി, കേക്കണ്ടേ? അതെ ബ്രദറല്ലോ, ആശുപത്രിയിൽ വെച്ച് തന്നെ ശ്രീലക്ഷ്മിക്ക് പൂർണ്ണമായും ഭേദമായെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. അപ്പം മദറിൻലോ ഓക്കെ ആയിരുന്നു. പക്ഷെ വീട്ടിൽ ചെന്ന് കേറിയപ്പോ തന്നെ മദറിൻലോയ്ക്ക് ടെൻഷൻ തുടങ്ങി. ശ്രീലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്, ശ്രീലക്ഷ്മിയെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഒരേ വാശി. പിന്നെ ഒരു വിധത്തില് രാവിലെ ശ്രീലക്ഷ്മിയെ കാണാൻ പോവാന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി കൊണ്ടുവന്നതാ. അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ വരേണ്ടി വന്നേനെ. ചേട്ടായി, അമ്മയ്ക്ക് മരുമോളോടുള്ള സ്നേഹം കണ്ടില്ലേ? അമ്മേ, അമ്മ വിഷമിക്കുന്ന പോലെ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞെന്താ, ശ്രീലക്ഷ്മി വളരെ നോർമലാണ്. കുറച്ചു ദിവസം ചെറിയൊരു ഡയറ്റും കുറച്ച് വിശ്രമവും വേണം. മെഡിസിനും കണ്ടിന്യൂ ചെയ്യണം. അല്ലാതെ ഒരു പ്രശ്നമില്ല. അമ്മ തന്നെ പോയി നോക്കിയേ. ശ്രീലക്ഷ്മി നല്ല ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. പക്ഷെ അമ്മ ഇങ്ങനെ വിഷമിച്ച് ശ്രീലക്ഷ്മിയെ പോയി കണ്ടാൽ ശ്രീലക്ഷ്മിക്ക് വിഷമവും. അതുകൊണ്ട് ഈ വിഷമമൊക്കെ മാറ്റി ഹാപ്പി ആയിട്ട് വേണം ശ്രീലക്ഷ്മിയുടെ മുമ്പിലെത്താൻ. യു ആർ റൈറ്റ് ബ്രദറിൻലോ. ബ്രദറിൻലോ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ ശ്രീലക്ഷ്മിയുടെ അടുത്ത് ചെന്ന ശ്രീലക്ഷ്മിക്ക് കൂടുതൽ സന്തോഷാവും. അതെ അതെ, ഇപ്പൊ നമുക്കെല്ലാവർക്കും ശ്രീലക്ഷ്മിയുടെ സന്തോഷമാണ് ആവശ്യം. അതുകൊണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വന്നാലേ ഞങ്ങൾ വരും. അല്ലെങ്കിൽ ഞങ്ങൾ അമ്മ ഇവിടെ വിട്ടിട്ട് ഈ കാറിന് എന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകും. എങ്കിൽ എനിക്ക് സമാധാനമായി. എനിക്കെന്റെ മോളോട് കുറെ നേരം ഒറ്റയ്ക്കിരുന്ന് സമാധാനത്തോടെ സംസാരിക്കാലോ. അതിപ്പോ രവി സാറ് ഡോക്ടറെ കാണാൻ പോയിരിക്കുക. വന്നിട്ട് തീരുമാനിക്കാം. മാത്രമല്ല, ഇനി മുതല് ഞങ്ങളല്ലല്ലോ ശ്രീലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അവകാശങ്ങളും ഇനി മുതൽ രവി സാറിനുള്ളതാ. വിവാഹത്തിന് ശേഷം ഭർത്താക്കന്മാരാണല്ലോ ഭാര്യമാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പോൾ അവരെവിടെ പോകണം, എപ്പോ പോകണം എന്നൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവര് തന്നെ സംസാരിച്ച് തീരുമാനിക്കുന്നതല്ലേ ശരിയും നല്ലതും. സുദർശൻ അങ്കിൾ പറഞ്ഞത് വളരെ ശരിയാ. പക്ഷെ രേഖ, സുദർശൻ അങ്കിൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ. അങ്കിള് പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യമാർ അനുസരിക്കുകയും കൂടെ വേണം. അതാണ് അങ്കിള് പറഞ്ഞത്. ഹലോ, അങ്കിള് പറഞ്ഞത് രഘു ശരിക്കും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ആലോചിച്ച് തീരുമാനിക്കണമെന്നാ അങ്കിള് പറഞ്ഞത്. അല്ലേ അങ്കിള്? അതെ, രേഖ പറഞ്ഞത് തന്നെയാ സുദർശൻ ഉദ്ദേശിച്ചത്. ഒരു കുടുംബത്തിൽ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ഒരു കാര്യത്തിലും കലഹിക്കാതെ പരസ്പരം സംസാരിച്ച് അഭിപ്രായങ്ങൾ പങ്കുവച്ച് നല്ല അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോണം. അപ്പോഴാ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. എന്നെയും രേഖയും പോലെ അല്ലേ രേഖ? എന്തായാലും സരോജാമ്മയും സുദർശൻ അങ്കിളിനെയും സമ്മതിച്ചെന്നിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ശ്രീലക്ഷ്മി ഫുൾ ആക്റ്റീവ് ആയത്. അതെ സരോജം, നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയുമാ ശ്രീലക്ഷ്മിക്ക് ഇത്രയും വേഗം സുഖപ്പെടാൻ കാരണം. അയ്യോ ഗായത്രിയമ്മ, ഞങ്ങളല്ല. ശ്രീലക്ഷ്മിക്ക് വേഗം സുഖപ്പെട്ടതിന്റെ ക്രെഡിറ്റ് രവി സാറിന് മാത്രാ. ഞങ്ങൾ അച്ഛനമ്മമാര് നോക്കുന്നതിനേക്കാളും ഒരുപാട് സ്നേഹത്തോടെയും കരുതലോടെയാണ് ദേവർമൻ സാറ് ശ്രീലക്ഷ്മിയെ നോക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം രവി സാറാ മോളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. ബ്രദറിൻലോ മാത്രമല്ല, ശ്രീലക്ഷ്മിയെ നോക്കാൻ അവകാശപ്പെട്ടവര് വേറെയുണ്ട് കേട്ടോ ഇവിടെ. ശ്രീലക്ഷ്മിയെ ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുവരെ ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. ശ്രീലക്ഷ്മിയുടെ കൂടെ തന്നെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം.
അപ്പൊ പിന്നെ തന്റെ കാര്യങ്ങളായിട്ട് നോക്കും. അവിടെ അവളുടെ സ്വന്തം കാര്യം നോക്കാൻ പോലും ശ്രേയയ്ക്ക് പറ്റുന്നില്ല. അപ്പോഴാ ഇവിടെ ശ്രീലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനിരിക്കുന്നത്. ഡയലോഗ് കറക്റ്റായിരുന്നേ, പക്ഷേ പറഞ്ഞ ആള് മാറിപ്പോയി. അപ്പൊ ഇത് ബ്രദർ ഇൻ ലോയെ കൊണ്ട് മാത്രമേ പറ്റൂന്നാണോ രഘു പറഞ്ഞു വരുന്നേ? ഇത് മാത്രമല്ല, പല കാര്യങ്ങളും ചേട്ടായിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓരോരോ സമയത്തും ചേട്ടായി ഓരോന്ന് ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതാണ് ചേട്ടായിയുടെ സ്പെഷ്യാലിറ്റി. അത് രഘു പറഞ്ഞത് ശരിയാ. രവി ഒരാളെ സ്നേഹിച്ചാൽ അത് ഏറ്റവും ആത്മാർത്ഥമായിട്ടായിരിക്കും. അവർക്ക് വേണ്ടി രവി എന്തും സഹിക്കും, ക്ഷമിക്കും. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മിയോട് രവിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ല, ഇങ്ങനെ സംസാരിച്ചു നിന്നാ വയറ് നിറയില്ലല്ലോ. ഞാനേ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അത് കറക്റ്റ്. ഇന്നപ്പോൾ സരോജമ്മ സ്പെഷ്യൽ സദ്യ. ഓക്കെ, അങ്ങളെ ഇവിടെ ഇരിക്കരുത് സാറ്. ഞാനിപ്പോൾ ആലോചിക്കുന്ന അയാളുടെ കുടുംബത്തെക്കുറിച്ച്. അയാളുടെ സഹോദരിക്കും ആ 2 കുട്ടികൾക്കും ഏക അത്താണി അയാളാണ്. നമ്മൾ കാരണം അതില്ലാതായ അതിന്റെ ശാപം നിനക്കും എനിക്കും വിധിച്ചെടുക്കേണ്ടതായിട്ട് വരും. ബാക്കി പകുതി ഇപ്പോഴും നീയ. ഇനിയും നിനക്കത് മനസ്സിലായില്ലെങ്കിൽ തുടങ്ങിയ സത്യാഗ്രഹം തുടരാം. ഇല്ലെങ്കിൽ വരാം എന്റെ കൂടെ. നിർബന്ധിക്കില്ല ഞാൻ ഒരിക്കലും. എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ അമ്മേ? നേരെ ഒരുപാടായി. രവി ഇതുവരെ എത്തിയില്ലല്ലോ. രവി വന്നതിന് ശേഷം നമുക്ക് ഇറങ്ങാം. മദർ ഇൻ ലോയ്ക്ക് മരുമോളുടെ കൂടെ ഇരുന്ന് കൊതി തീർന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഗായത്രി അമ്മയ്ക്ക് മോളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഇന്നിവിടെ തങ്ങാലോ. സരോജ, നീ ഒന്നിങ്ങ് വന്നേ. എന്തൊക്കെയാ സരോജ നീ പറയുന്നേ? അത്ര വലിയ സുഖ സൗകര്യങ്ങളോടെ അവിടെ താമസിക്കുന്ന അമ്മയ്ക്ക് ഇവിടെ എങ്ങനെ ശരിയാവും? നിങ്ങളൊന്ന് ചുമ്മാതിരിക്കും മനുഷ്യ. ഗായത്രി അമ്മയെ പോലെ വലിയൊരാള് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാ അത് നമുക്ക് അഭിമാനമല്ലേ? കോളനിക്കാരുടെ മുന്നിൽ ഞാനൊന്ന് ഷൈൻ ചെയ്യും. ഒന്നും മിണ്ടാതിരിക്കും സരോജ. അല്ല, എന്താ രണ്ടുപേരും കൂടി ഞങ്ങൾ കേൾക്കാതെ സംസാരിക്കുന്നത്? അല്ല, എന്തായാലും ഇത്രയൊക്കെ സമയമായില്ലേ? നിങ്ങളെല്ലാരും ഇവിടുന്ന് ആഹാരം കഴിച്ച് രവി സാറ് വരാൻ താമസിച്ച ഇവിടെ തന്നെ തങ്ങിയാ മതിയെന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ പറയുമായിരുന്നു. എങ്കിലും അമ്മ ഇന്ന് പാടുപെടും. അമ്മയ്ക്കറിയോ, ഗായത്രി അമ്മ രാത്രിയിൽ കഞ്ഞിയും പയറും മാത്രമേ കഴിക്കൂ. രഘു സാറിന് ചപ്പാത്തിയും വെച്ച് കറിയും. രേഖ മാഡത്തിന് ജ്യൂസ്. അത് മാഡം ഓരോ ദിവസവും ഓരോ ഫ്ലേവറാ കുടിക്കുന്നേ. അത് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ അറിയാം? എല്ലാം വളരെ കൃത്യമാണല്ലോ. അതെ അതെ, ശ്രീലക്ഷ്മി ബ്രദർ ഇൻ ലോയോട് ചോദിച്ച് മനസ്സിലാക്കിയതാവും അല്ലേ? ശ്രീലക്ഷ്മി, യു ആർ വെരി ബ്രില്യന്റ് ആൻഡ് യു ആർ സോ സ്വീറ്റ്. മോളെ, ഇതൊന്നും രവിക്കറിയാത്ത കാര്യങ്ങളാണല്ലോ. ആരുടെ ഭക്ഷണ കാര്യവും രവി ശ്രദ്ധിക്കാറുമില്ല. മോൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് വളരെ സിമ്പിൾ ആയിരുന്നു അമ്മേ. ഞാനൊരു തവണ രാജനന്ദിനി വിലാസത്തിൽ വന്നപ്പോ നമ്മുടെ സെർവന്റ്സിനോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. മിടുക്കി. അമ്മ, ചേട്ടായി ഒരുപാട് ലേറ്റ് ആവൂന്ന് ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ ഞാൻ? ശരി, നീ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്ക. ഇനി അല്പം ലേറ്റ് ആവൂന്ന് പറഞ്ഞാലും സാരമില്ല.
രവി സാറിത വന്നല്ലോ. മോനെ രവി, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ വൈകിയത്? അത് പിന്നെ അമ്മ, ഓഫീസിൽ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ തിരക്കിനിടയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഹൗ യു ഫീലിംഗ് നൗ ശ്രീലക്ഷ്മി? ബെറ്റർ ആണ്, നല്ല കുറവുണ്ട്. ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചോ താൻ? അതെ ബ്രദറല്ലോ, രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിക്ക് സമയത്ത് ആഹാരവും ടാബ്ലറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രവി, ഞങ്ങൾ രണ്ട് വീട്ടുകാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശ്രീലക്ഷ്മിക്ക് ഇപ്പോ നന്നായി ഭേദമായ സ്ഥിതിക്ക് ഇന്ന് തന്നെ നമ്മുടെ കൂടെ ശ്രീലക്ഷ്മി വീട്ടിലേക്ക് കൊണ്ടുപോയാലോന്നാ ഞങ്ങളിപ്പോ ആലോചിക്കുന്നേ. അമ്മ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ശ്രീലക്ഷ്മിയുടെ സ്കാനിംഗ് റിപ്പോർട്ടും കിട്ടിയിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ രവി സാറേ? ഏയ്, പേടിക്കാനൊന്നുമില്ല. റിപ്പോർട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നാളെ ഇങ്ങോട്ട് വരാമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നാളെ ഡോക്ടർ വന്ന ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോ ഒരു യാത്ര ശ്രീലക്ഷ്മി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചില്ല. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഡോക്ടർ വന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അത് തന്നെയാ നല്ലത്. ശ്രീലക്ഷ്മിക്ക് ഏറ്റവും ശീലമുള്ള അന്തരീക്ഷം ഇതാണ്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ മനസ്സും ശരീരവും ഇവിടെ വളരെ കംഫർട്ട്